നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പതിവായി വൈദ്യുതി മുടങ്ങുന്ന പുത്തൂർ പഞ്ചായത്തിലെ വല്ലൂരിൽ ഇന്റർലിങ്ക് വൈദ്യുതി കണക്ഷൻ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. യോഗയെ ഏറ്റെടുത്ത പോലെ സംസ്ഥാന സർക്കാർ ഭാരതാംബയെയും ഏറ്റെടുക്കുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വില്ലടം സ്കൂൾ വിദ്യാർത്ഥികളെ മന്ത്രി കെ രാജൻ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേൾഡ് മ്യൂസിക് ഡേ, യോഗ ഡേ എന്നിവ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി കെ രാജന്റെ ഇടപെടൽ. വല്ലൂരിൽ ഇനി വൈദ്യുതി മുടങ്ങില്ല. ആഴ്ചകളോളം വൈദ്യുതി തടസ്സം പതിവുള്ള പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വല്ലൂർ ഗ്രാമത്തിന് ഇനി ഭയമില്ലാതെ ഉറങ്ങാം. മരൊട്ടിച്ചാൽ വല്ലൂർ ഇന്റർലിങ്ക് വൈദ്യുതി കണക്ഷൻ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് 57 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മരൊട്ടിച്ചാൽ വല്ലൂർ ഇന്റർലിങ്ക് വൈദ്യുതി കണക്ഷൻ സാധ്യമാക്കിയത്. മുൻപ് പുതുക്കാട് വരന്തരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിലായിരുന്നു പുത്തൂരിലെ വനാതിർത്തിയിലുള്ള 3 വാർഡുകൾ ഉൾപ്പെടുന്ന വല്ലൂർ പ്രദേശം. വൈദ്യുതി തകരാറുകൾ പരിഹരിക്കുവാൻ ആഴ്ചകൾ സമയമെടുത്തിരുന്നു. ആനയും പുലിയും അടക്കം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഈ പ്രദേശത്തെ 569ഓളം കുടുംബങ്ങൾ വൈദ്യുതി തടസ്സം നേരിട്ടിരുന്ന ദിവസങ്ങളിൽ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത്. വല്ലൂരിലെ വൈദ്യുതി കണക്ഷനുകളുടെ നിയന്ത്രണം പുത്തൂർ ഇലക്ട്രിക് സെക്ഷന്റെ പരിധിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2024 മെയ് 23 അനുകൂല ഉത്തരവ് ലഭ്യമാക്കി. പദ്ധതിക്കുള്ള ഫണ്ട് ഈ വർഷം തന്നെ ഉറപ്പാക്കുകയും പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കി മുടക്കമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുവാൻ മേഖലയെ പുത്തൂർ സെക്ഷനിലേക്ക് മാറ്റുവാൻ 2.1 കിലോമീറ്റർ നീളത്തിൽ ഇൻസുലേഷൻ കേബിളാണ് വലിച്ചിരിക്കുന്നത്. കാഞ്ഞിരമറ്റം, കള്ളായിക്കുന്ന്, വല്ലൂർക്കുന്ന്, വിയറ്റ്നാം കോളനി എന്നീ 4 പ്രദേശങ്ങളിലായി 4 ട്രാൻസ്ഫോമറുകളും 1000-നടുത്ത് പോസ്റ്റുകളും സ്ഥാപിച്ചാണ് പുത്തൂർ സെക്ഷന്റെ പരിധിയിലേക്ക് മേഖലയെ ബന്ധിപ്പിച്ചത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഉത്സവാഘോഷത്തോടെയാണ് പ്രദേശവാസികൾ സംഘടിപ്പിച്ചത്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, പഞ്ചായത്ത് അംഗങ്ങളായ NG സനൂപ്, ആരൂഷ്, ബിജു കൊട്ടച്ചുടിയിൽ, ശ്രീനിവാസൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി കനിഷ്കൻ വല്ലൂർ, തൃശൂർ ഈസ്റ്റ് ഇലക്ട്രിക് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് ജിനു K ജോസഫ്, പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സ്വീറ്റി, ഒല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിക്സൺ P മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അട്ടിമറി വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് ജയൻ മംഗലം, ബുഷ്ര റഷീദ്, KK അബൂബക്കർ, നിതിൻ സുഭാഷ്, നാസർ മങ്കര, KA മുഹമ്മദ്, സജിദ് അഹമ്മദ്, PS റഫീഖ്, നസീബ നാസർ അലി, കമലം ശ്രീനിവാസൻ, ബിജു കൃഷ്ണൻ, AK പീതാംബരൻ, ഫിലിപ്പ് ജേക്കബ്, ജോണി ചിറ്റിലപ്പള്ളി, അഷ്റഫ് കരുമത്ര, ജോസ് മണി പുത്തൂർ, KA മഹേഷ്, KV സുബ്രഹ്മണ്യൻ, റോയ് ചിറ്റിലപ്പള്ളി, K കൃഷ്ണകുമാർ, VM ഉമൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗയെ ഏറ്റെടുത്ത പോലെ സംസ്ഥാന സർക്കാർ ഭാരതാംബയെയും ഏറ്റെടുക്കുമെന്ന് BJP സംസ്ഥാന മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. യോഗയെ പരിഹസിച്ചവരാണ് ഇപ്പോൾ ഭാരതാംബയെ എതിർക്കുന്നതെന്നും 2-3 വർഷം കഴിഞ്ഞാൽ യോഗയെ ഏറ്റെടുത്തതുപോലെ ക്ലിഫ് ഹൌസിൽ വരെ ഭാരതാംബയെ വെക്കുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുവാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്നും അപരിഷ്കൃതമാണെന്നും പറഞ്ഞവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. എന്നാൽ ഇന്ന് അവർ യോഗാ ദിനം കൊണ്ടാടുകയാണെന്ന് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ സങ്കല്പം ആദ്യകാലം മുതൽ ഇവിടെയുണ്ട്.
കാവിക്കൊടിയും ഭാരതാംബയും രാജ്ഭവനിൽ വെക്കുവാൻ പാടില്ലെന്ന നിലപാടെടുക്കുവാനുള്ള അധികാരം സംസ്ഥാന മന്ത്രിമാർക്കില്ല. അക്രമത്തിന്റെ ചിഹ്നമായ അരിവാളും ചുറ്റുകയും കൊണ്ടു നടക്കുന്നവർക്ക് ഭാരതാംബയെ അംഗീകരിക്കാനാവില്ല. കാവിയോടുള്ള അലർജി പച്ചയെ കൂടുതൽ കൂട്ടുപിടിക്കുവാൻ വേണ്ടിയാണ്. മുസ്ലിം വർഗീയവാദികളെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസും ഇടതുപക്ഷവും കാവിയെ എതിർക്കുന്നത്. കാവിക്കൊടി ഈ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പിണറായിയിൽ സദാചാര ഗുണ്ടായിസത്തിന്റെ ഇരയായി യുവതി മരിച്ച സംഭവം ഗൗരവതരമാണ്. താലിബാനിസം കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ്. വോട്ട് ബാങ്കിനു വേണ്ടി മതമൗലികവാദിയെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിലുണ്ടായത്. ജനങ്ങൾ പെൻഷനും കുടിവെള്ളവും കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് പെൻഷൻ കൊടുക്കുവാൻ സർക്കാർ ധൃതി കാണിക്കുകയാണ്. എങ്ങനെയെങ്കിലും 2 വർഷം പൂർത്തിയാക്കി പെൻഷൻ ഉറപ്പിച്ച ശേഷം സ്റ്റാഫുകളെ മാറ്റുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത്. പൊതുഖജനാവ് പരസ്യമായി കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വില്ലടം സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള വില്ലടം സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിജയോത്സവം 2025 പരിപാടിയിൽ വെച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അനുമോദിച്ചു. തൃശൂർ MLA പി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ I സതീഷ് കുമാർ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ ശക്തമായ തിരിച്ചുവരവിന് ഊർജം നൽകുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നേടിയ മിന്നുന്ന ജയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ കോൺഗ്രസ് വലിയ നേട്ടം കരസ്ഥമാക്കുവാൻ ഊർജം പകരുന്നതാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ DCC ആസ്ഥാനത്ത് എത്തിച്ചേർന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏതു കോട്ടകളും പൊളിക്കുവാനാകുമെന്ന് നിലമ്പൂർ റിസൾട്ട് അടിവരയിടുന്നതായും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ചൂണ്ടിക്കാട്ടി. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. നേതാക്കളായ MP വിൻസെന്റ്, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, ഷാജി കൊടങ്ങണ്ടത്ത്, ഡോക്ടർ നിജി ജസ്റ്റിൻ, KK ബാബു, KH ഉസ്മാൻ ഖാൻ, കല്ലൂർ ബാബു, NS അയൂബ്, സജി പോൾ മാടശ്ശേരി, T നിർമ്മല, ഫ്രാൻസിസ് ചാലുശ്ശേരി, ജേക്കബ് പുലിക്കോട്ടിൽ, K ഗോപാലകൃഷ്ണൻ, ആഷിഖ് മൂത്തേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തും? അതിനുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. എല്ലാ വോട്ടർമാരും UDFന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. അതിന്റെ ഒരു ആവർത്തനം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രവർത്തകരെല്ലാവരും വളരെ ആവേശത്തിലും സജീവമായ പ്രവർത്തനങ്ങളിലുമാണ്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജു ചാണ്ടി, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിൻസൺ വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, UDF ചെയർമാൻ ജോണി ചിറയത്ത്, കൌൺസിലർമാരായ സുനിൽ രാജ്, നിമ്മി റപ്പായി, ഷാജു ഫ്രാൻസിസ്, ജോസഫ് പണമാടൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് നേടിയ ഒല്ലൂർ വില്ലേജ് ഓഫീസർ അരുൺ കുമാറിനെയും ഹോംഗാർഡ് ശശീന്ദ്രനെയും ആദരിച്ചു. പ്രതിഭാ സംഗമത്തിന് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി ഏഞ്ചല റോയ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി ടോണി തോമസ് നന്ദിയും പറഞ്ഞു.
ബേബി ആശാരിക്കാട് 6ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. മുൻ മെമ്പറും കോൺഗ്രസ് നേതാവുമായിരുന്ന AV അഗസ്തിയുടെ 6ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് അധ്യക്ഷത വഹിച്ച് KPCC മെമ്പർ ലീലാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. വളരെ അർപ്പണ മനോഭാവവും സമൂഹത്തിന് മാതൃകയാവുന്ന വ്യക്തിയുമായിരുന്നു ബേബി ആശാരിക്കാടെന്ന് മലയോര കർഷകരുടെ പട്ടയത്തിനു വേണ്ടി ബേബി ആശാരി കാടിന്റെ പ്രയത്നം എടുത്തു പറയേണ്ടതാണെന്നും ലീലാമ്മ തോമസ് അനുസ്മരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, വാർഡ് മെമ്പർമാരായ സുശീല രാജൻ, ഷൈജു കുര്യൻ, ശ്രീജു CS, മുൻ DCC സെക്രട്ടറി അനിൽ നാരായണൻ, ബ്ലോക്ക് സെക്രട്ടറി ഷിബു പീറ്റർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കുര്യാക്കോസ്, ജോർജ് ഇടശ്ശേരി, മണ്ഡലം സെക്രട്ടറിമാരായ തിമോത്തി, സാബു കൊച്ചുകുന്നേൽ, കർഷക കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് MC ബാബു, പാണഞ്ചേരി സംസ്കാര സാഹിതി ചെയർപേഴ്സൺ ബീന ബേബി തുടങ്ങിയവർ അനുസ്മരിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ ജൂൺ 23 രാവിലെ 10 മണിക്ക് സ്കൂൾ അസംബ്ലിയോടനുബന്ധിച്ച് യോഗ ക്ലാസ് നടന്നു. യോഗ ഇൻസ്ട്രക്ടർ ശ്രീ ശരൺ TR കുട്ടികൾക്ക് ദൈനംദിന ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഉണർവ് കിട്ടുവാൻ 1 മണിക്കൂറോളം യോഗ ക്ലാസ് എടുത്തു. പ്രസ്തുത ചടങ്ങ് വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടി അവറുകൾ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം HM TJ റോയ് മാഷും അധ്യക്ഷൻ PTA പ്രസിഡന്റ് അനിൽകുമാറും നന്ദി ഗായത്രി ദേവി ടീച്ചറും പറഞ്ഞു. ലഹരിക്കെതിരെ ഫുട്ബോൾ ജേഴ്സി പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS നിർവഹിച്ചു. ലഹരിയെ ചെറുക്കുവാൻ വരൂ മൈതാനങ്ങളിലേക്ക്. തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ലോക ലഹരി ദിനത്തിൽ ഫുട്ബോളാണ് ആവേശമെന്ന സന്ദേശവുമായി ഒരു സൗഹൃദ ടൂർണമെന്റ് നടക്കുകയാണ്. 2025 ജൂൺ 26 വൈകിട്ട് 4 മുതൽ 7 വരെ നടക്കുന്ന ടൂർണമെന്റിൽ സിറ്റി പോലീസ്, തൃശൂർ എക്സൈസ് ഡിവിഷൻ, തൃശൂർ പ്രസ് ക്ലബ്, തൃശൂർ കോർപ്പറേഷൻ ടീമുകൾ മാറ്റുരയ്ക്കും. ടൂർണമെന്റിൽ മത്സരിക്കുന്ന ടീമുകളുടെ ജേഴ്സി പ്രകാശനം തിങ്കളാഴ്ച പ്രസ് ക്ലബിൽ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS നിർവഹിക്കും. തൃശൂർ സിറ്റി പോലീസ് ACP NS സലീഷ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുഭാഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ, സിറ്റി പോലീസ് ടീം കോച്ചും
SIയുമായ വിനയൻ, കോർപ്പറേഷൻ ടീം പ്രതിനിധി കൂടിയായ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്രൻ, കോർപ്പറേഷൻ ടീം അംഗവും കൌൺസിലറുമായ ശ്രീലാൽ ശ്രീധരൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വിവിധ ടീം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വേൾഡ് മ്യൂസിക് ഡേയും ഇന്റർനാഷണൽ യോഗ ഡേയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രിയങ്ക CS ഉദ്ഘാടനം ചെയ്തു. റെക്ടർ ആൻഡ് മാനേജർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ അധ്യക്ഷം വഹിച്ചു. മ്യൂസിക്കൽ പ്രകടനം നിഖിൽ KV ആയൂർ, യോഗ പ്രകടനം ബോസ്കോ നിയസ് യോഗ ക്ലബും അവതരിപ്പിച്ചു. മുഖ്യാതിഥിക്ക് പ്രിൻസിപ്പൽ മെമന്റോ സമർപ്പിച്ചു. ഫാദർ ടോണി ചിറക്കൽ സ്വാഗതവും ഷിജിൻ MT നന്ദിയും പറഞ്ഞു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പൂരം മുടക്കിയ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര ഭക്തജന കൂട്ടായ്മയുടെ പ്രതിഷേധ നാമജപ യാത്ര സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്നുകൊണ്ട് നെട്ടിശ്ശേരിയിലെ ഇത്രയധികം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നാമജപ ഘോഷയാത്ര നടത്തുവാനുണ്ടായ കാരണങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ചെറിയ തോതിലെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. ഈ വർഷത്തെ പൂരം ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നടത്തപ്പെട്ടില്ല. അതിൻ്റെ കാരണം കാലാകാലങ്ങളായി നെട്ടിശ്ശേരി ക്ഷേത്രത്തിലേക്ക് 5 ആനകളെ സൗജന്യമായിട്ട് കൊച്ചി ദേവസ്വം ബോർഡ് തന്നിരുന്നു. ഒരാന നിത്യ എഴുന്നള്ളിപ്പ്, അങ്ങനെ 6 ആന. പക്ഷേ ഈ വർഷം 5 ആനകളെ തന്നില്ല എന്നതിന് പുറമെ 3 പിടിയാനകളെയാണ് ഇവിടെ എത്തിച്ചത്. അതിൽ തന്നെ 2-3 ആനകളിൽ പല ആനകൾക്കും അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് അവരെ പൂരത്തിന് പങ്കെടുപ്പിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഈ കൊല്ലത്തെ പൂരം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നത് അത്യധികം ദുഃഖത്തോടുകൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. നാട്ടുകാരുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് നെട്ടിശ്ശേരി പൂരം എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുള്ളത്. അതിനുവേണ്ടി വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരു താൽക്കാലിക കമ്മിറ്റി, ഞാനടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഉണ്ടായത്. വെറും 35 ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്ക് കാലാവധി.
ഈ 35 ദിവസത്തിനുള്ളിൽ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ കൊല്ലത്തെ പൂരം അതിഗംഭീരമായി നടത്തുവാൻ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ചുവെങ്കിലും അത് ഒന്നും സഫലമായില്ല. കൊച്ചി ദേവസ്വം ബോർഡിനെ ആനകളെ തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ എന്തുകൊണ്ടാണ് അവർ തരാതിരുന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഏതായാലും പൂരം നടന്ന് കഴിഞ്ഞില്ല. അങ്ങനെ ചടങ്ങുകൾ മാത്രമായി ഞങ്ങൾക്ക് ഈ കൊല്ലത്തെ പൂരം നടത്തേണ്ടി വന്നു. അതിൽ ഞങ്ങൾക്ക് അത്യധികം ദുഃഖമുണ്ട്. കൊച്ചി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിനെ എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ അധികാരികളെ ഞങ്ങൾ കൃത്യമായി കാണുകയും അവരോട് ആവശ്യങ്ങൾ രേഖപ്പെടുത്തുകയും കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു കമ്മിറ്റിയെ അവർ ഉണ്ടാക്കിയെങ്കിലും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് 2 മാസത്തും 20 ദിവസം കഴിഞ്ഞു, ഇതേവരെ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ആനകളെ തരാത്തതിൽ വീഴ്ച വരുത്തിയെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായാലും ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടിയെടുക്കാതെ കൊച്ചി ദേവസ്വം ബോർഡ് അത് തുടർത്തി കൊണ്ടുപോയിരിക്കുകയാണ്. അതിന്റെ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നിലമ്പൂരിൽ UDF വിജയതേരിൽ 11,005 ഭൂരിപക്ഷം. നിലമ്പൂരിൽ വിജയമുറപ്പിച്ച് ആര്യാടൻ ഷൌക്കത്ത്. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ഇനി മകൻ MLA PV അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൌക്കത്തിലൂടെ LDFന്റെ മണ്ഡലം UDF പിടിച്ചെടുത്തു. നിലമ്പൂരിൽ 19 റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 11,005 വോട്ട് ഭൂരിപക്ഷം നേടി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു. വെട്ടുകാട് പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പുത്തൻകാട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചടങ്ങിൽ നടത്തി. എഴുത്തുകാരിയും അധ്യാപികയുമായ മഞ്ജു പുത്തൻകാട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ക്ലബ് പ്രസിഡന്റ് സനീഷ് പുല്ലാനിക്കൽ, സെക്രട്ടറി കൃഷ്ണകുമാർ KR, ട്രഷറർ ശങ്കരനാരായണൻ KR, സഹദേവൻ, നിജോ K ചന്ദ്രൻ, ജിഷ്ണു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് ഇന്ന് രാവിലെ 11-ന് തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി നടത്തുന്ന സിറ്റിംഗിൽ നിലവിലുള്ള പരാതി പരിഗണിക്കുന്നതോടൊപ്പം പുതിയ പരാതികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പരാതികൾക്ക് പരിഹാരം കാണുവാൻ കമ്മീഷനെ സമീപിക്കാം. പുത്തൂർ ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇടവക പ്രതിനിധി യോഗാംഗങ്ങളുടെ സംഗമം നടത്തി. പുത്തൂർ ഫൊറോന വികാരി റവറന്റ് ഫാദർ ജോജു പനക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ അതിരൂപതാ വികാരി ജനറൽ റവറന്റ് ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ സമുദായത്തിന്റെ വളർച്ചയുടെ നിരക്ക് കുറയുവാൻ സാമൂഹിക സാമ്പത്തിക സന്തുലനാവസ്ഥ താറുമാറാകുമെന്നും സാമുദായിക ശാക്തീകരണം അടിയന്തരമാണെന്നും ആയതിന് എല്ലാവരുടെയും സഹായം വേണമെന്നും കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗാക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി തൃശൂർ അതിരൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിച്ചു. സാമുദായിക ശാക്തീകരണത്തിന്റെ ഭാഗമായി ക്രിസ്തീയ പാരമ്പര്യ വിശ്വാസത്തെക്കുറിച്ചും ആധുനിക വിശ്വാസത്തെക്കുറിച്ചും ഫാദർ ജോജു പനക്കൽ ക്ലാസ് നടത്തി. സാമുദായിക ശാക്തീകരണത്തെക്കുറിച്ചും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളെക്കുറിച്ചും NP ജാക്സൺ ക്ലാസ് നടത്തി. സാമുദായിക ശാക്തീകരണത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റവറന്റ് ഫാദർ ജിജോ വള്ളൂപ്പാറ ക്ലാസ് നടത്തി. ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ സ്വാഗതവും പ്രതിനിധി യോഗ സെക്രട്ടറി സണ്ണി കൊറ്റനെല്ലൂർ ആശംസകളും അർപ്പിച്ചു. ഫൊറോന കൌൺസിൽ മെമ്പർ ബേബി നിരപ്പേൽ നന്ദിയും രേഖപ്പെടുത്തി. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിന്ദോസ്,
ഫോർമൽ ഷർട്ടിന് അൽത്തോബി JBC ബിന്ദുസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു JBC ബിന്ദുസ് അൽത്തോബി JB കമ്പനി ഉൽപ്പന്നം ഈറോഡ്. വീണ്ടും വാർത്തയിലേക്ക്. ചൊവ്വൂർ അഞ്ചാംകല്ല് ബസ് അപകടം, പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു, പ്രതി റിമാൻഡിൽ. ചേർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വൂരിൽ അഞ്ചാംകല്ല് പഞ്ചിംഗ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന 3 സ്ത്രീകൾക്ക് പരിക്ക് പറ്റിയിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവറായ മാള പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ നാസർ എന്നയാളെയും സംഭവത്തിൽ ഉൾപ്പെട്ട ബസ്സും ചേർപ്പ് പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:15 സംഭവം ഉണ്ടാകുന്നത്. സംഭവത്തിൽ ചൊവ്വൂർ സ്വദേശിനി പ്രേമാവതി, ഇവരുടെ മകൾ സയന, ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് സി, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ TN, ASI ഷീജ PN, CPO അനീഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ലോഡിംഗ് തൊഴിലാളികളെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അജിത് ഉണ്ണിക്കണ്ണൻ റിമാൻഡിലേക്ക്. പ്രതിക്ക് ലോഡിംഗ് പണി ചെയ്യുന്നതിന് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് നിരാകരിച്ചതിലുള്ള വൈരാഗ്യത്താൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ചന്തപ്പുര സെന്റ് തോമസ് ചർച്ചിന് മുൻവശം വെച്ച് തടഞ്ഞു നിർത്തി ലോഡിംഗ് തൊഴിലാളികളായ ലോകമല്ലേശ്വരം പറയൻപറമ്പ് സ്വദേശികളായ രാമൻകുളത്ത് വീട്ടിൽ സുരേഷ്, പടിക്കൽ വീട്ടിൽ ആനന്ദൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് സുരേഷിന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ ലോകമല്ലേശ്വരം പറയൻപറമ്പ് സ്വദേശി കോട്ടത്തുരുത്തി വീട്ടിൽ ഉണ്ണിക്കണ്ണൻ എന്നറിയപ്പെടുന്ന അജിത് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, കശിബൻ TM, CPOമാരായ ഷമീർ, വിഷ്ണു തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് വീട്ടിൽ ബഹളം വെക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്താൽ മകളെ ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. പ്രതി സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളം വെക്കുന്നത് പ്രതിയുടെ മകളായ പരാതിക്കാരി ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്താൽ വെള്ളിയാഴ്ച രാത്രി 9:45 പ്രതിയും പരാതിക്കാരിയും മറ്റും താമസിച്ചു വരുന്ന എടവിലങ്ങ് ഗിരിജാപാലം ദേശത്തുള്ള വീട്ടിൽ വെച്ച് പരാതിക്കാരിയെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ച സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ എടവിലങ്ങ് ഗിരിജാപാലം സ്വദേശി തളിക്കുളത്ത് വീട്ടിൽ ഇസ്മായിൽ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇസ്മായിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു മോഷണ കേസിലും ഒരു അടിപിടി കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഒരു കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനമോടിച്ച ഒരു കേസിലുമടക്കം 6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, സെബി, CPOമാരായ ഷമീർ, വിഷ്ണു, അബീഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. പതിവായി വൈദ്യുതി മുടങ്ങുന്ന പുത്തൂർ പഞ്ചായത്തിലെ വല്ലൂരിൽ ഇന്റർലിങ്ക് വൈദ്യുതി കണക്ഷൻ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. യോഗയെ ഏറ്റെടുത്ത പോലെ സംസ്ഥാന സർക്കാർ ഭാരതാംബയെയും ഏറ്റെടുക്കുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വില്ലടം സ്കൂൾ വിദ്യാർത്ഥികളെ മന്ത്രി K. രാജൻ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേൾഡ് മ്യൂസിക് ഡേ, യോഗ ഡേ എന്നിവ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.